കാലം മാറി, അതോടൊപ്പം നമ്മുടെ ഭക്ഷണ രീതികളും. പുതിയ വിഭവങ്ങൾ വിളമ്പുന്ന പ്രത്യേകമായ ഇടങ്ങളാണ് ഇന്ന് എല്ലാവർക്കും താല്പര്യം. അത്തരത്തിലൊരിടമുണ്ട് കൊച്ചിയിൽ. പൊള്ളുന്ന ചൂടിൽ AC-യോ ഫാനോ ഇല്ലാതെ തണുപ്പ് പകരുന്ന കാട് പോലെ ഒരു കഫറ്റീരിയ. കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് ട്രീസ് ഗാർഡൻ കഫേ യുവാക്കളുടെ പ്രിയപ്പെട്ട ഇടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. വളർന്നു പന്തലിച്ച മരങ്ങൾ, ചുറ്റിലും നിറയെ ചെടികൾ, ഒരു തരി പോലും സൂര്യപ്രകാശമില്ലാത്ത തണുത്ത കാറ്റു മാത്രം കടന്നു വരുന്ന ഉഗ്രൻ ആംബിയൻസ്. അതാണ് ഫ്രഷ് ട്രീ കഫേ. തിരക്കുകളെല്ലാം മാറ്റിവെച്ച് മനസ്സ് ശാന്തമാക്കാൻ നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇതുപോലെ എടപ്പള്ളി പോലെ ഒരു വലിയ സിറ്റിയുടെ നടുക്ക് ഇത്രയും വലിയ ഒരു ആമസോൺ കാടുകളെയൊക്കെ സിംബിളൈസ് ചെയ്യുന്ന രീതിയിൽ ഒരു കഫേ വർക്ക് ചെയ്യുക. എനിക്കിവിടെ വന്നപ്പോൾ മനസ്സിലായത് ഇതൊരു പ്ലാന്റ് മാത്രമല്ല, ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും കൂടെ കരുതിയിട്ടാണ്. ഇഷ്ടവിഭവങ്ങൾ രുചിക്കുന്നതോടൊപ്പം എത്ര സമയം വേണമെങ്കിലും കഫേയിൽ ചിലവിടാം. കോണ്ടിനെൻ്റൽ മുതൽ നല്ല നാടൻ ഭക്ഷണങ്ങൾ വരെ കഫേയിൽ തയ്യാറാക്കുന്നുണ്ട്. വളർത്തുമൃഗങ്ങളെ കൊണ്ടുവരുന്നതിനും കഫേയിലിരുന്ന് ജോലികൾ ചെയ്തു തീർക്കുന്നതിനും ആർക്കും പരിഭവമില്ല. മൊത്തത്തിൽ നോക്കിയാൽ ഒരു കിടിലൻ സ്പോട്ട് തന്നെ. മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്ന ആശയത്തിൽ നിന്നാണ് ഇത്തരത്തിലൊരു കഫേക്ക് തുടക്കം കുറിക്കുന്നത്. പ്രകൃതിയോട് ഒത്ത് എങ്ങനെ ജീവിക്കാം എന്നുള്ള ഒരു ചെറിയൊരു കൺസെപ്റ്റ്, കുഞ്ഞു കൺസെപ്റ്റാണത്, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണ്. ആ കൺസെപ്റ്റിൻ്റെ ഒരു ഇത് പിടിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. എങ്ങനെയാണ് ഈ പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ളൊരു കഫേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അത് ഏകദേശം ജനങ്ങളെ ഏറ്റെടുത്തു, നല്ല രീതിയിൽ ഇപ്പോൾ പോകുന്നുണ്ട്. ടെറാക്കോട്ട കൂളിംഗ് സിസ്റ്റത്തോടൊപ്പം സ്പ്രിംഗ്ലർ, ആർട്ടിഫിഷ്യൽ മഴ തുടങ്ങിയ സംവിധാനങ്ങളാണ് ചൂടിനെ പ്രതിരോധിക്കുന്നത്. മറ്റെവിടെയും കണ്ടുവരാത്ത നൂതനാശയം പകരുന്ന കഫേ വ്യത്യസ്ത അനുഭവങ്ങളാണ് നൽകുന്നത്. ഒരു ചായ കുടിക്കണമെങ്കിൽ പോലും ആംബിയൻസ് തപ്പി നടക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ഫ്രഷ് ട്രീസ് കഫേയിലോട്ട് പോരെ. ക്യാമറമാൻ CS ബൈജുവിനോടൊപ്പം സാരംഗ് PS, അമൃത ന്യൂസ്, കൊച്ചി.